കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒന്നുമില്ല സരോജാമ്മ, ആളെ കണ്ടില്ല. ഞാൻ ഫോട്ടോ കാണിക്കാം. ഇതുവഴി പോവുകയോ ഈ കടയിൽ വന്നതായിട്ടോ ഓർക്കുന്നുണ്ടോ നോക്കി. ഒരു മിനിറ്റ്. ഹലോ രവി സാർ. CCTV ഫുട്ടേജ് നോക്കാൻ പോയെന്നോ? ശരി, ഞാൻ വരാം. ഞാൻ ഉടനെ എത്താം. ഓക്കെ രവി സാർ, ശരി. അല്ല, സാറിന്റെ കാലിന് എന്ത് പറ്റിയതാ? ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയതാ സരോജാമ്മേ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം, കുറച്ച് ധൃതിയുണ്ട്. സാറ് ഒരു 10 മിനിറ്റ് കൂടി നിന്നാ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ഓ, അതൊക്കെ വേറെ ദിവസം ആവട്ടെ. ഇപ്പൊ പോയിട്ടൊരു അത്യാവശ്യമുണ്ട്. ശരി. ശരി സാർ. സർ, എന്താ ലക്ഷ്മി? സർ, എനിക്കൊരു സംശയം, അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നത്. എന്താ ലക്ഷ്മി? രാജാറാം സാറിന്റെ കാലില് എങ്ങനെയാ പരിക്ക് പറ്റിയത്? അത് കൊള്ളാം. അത് രാജാറാം തന്നെ തന്നോട് പറഞ്ഞതല്ലേ? സർ, അത് മാത്രല്ല, 2 ദിവസം മുന്നേയുള്ള CCTV ഫുട്ടേജ് സിസ്റ്റത്തിൽ കാണുന്നില്ല. ലക്ഷ്മി, ഇതൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയാനാ? അതൊക്കെ നോക്കുന്ന രാജാറാമല്ലേ. ഒന്നാമത് എനിക്കിവിടെ കുറേ ജോലികളുണ്ട്. നമുക്കിത് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിച്ചാലോ? ഡൗട്ട് എനിക്കല്ല സർ, വേറൊരാൾക്ക്. എനിക്കുള്ള ചില ഡൗട്ട്സ് ഞാൻ തന്നെ സാറിനോട് നേരിട്ട് ചോദിക്കുന്നുണ്ട്. എന്തായാലും സാറ് തിരക്കല്ലേ, ജോലി നടക്കട്ടെ. ഓക്കെ. Excuse me, madam. ഡെസ്പാച്ച് സെക്ഷനിലേക്ക് കൊടുത്തോളൂ. ശരി മാഡം. മാഡം, സാറെന്ത് പറഞ്ഞു? നത്തിങ് മാഡം. സാന്ദ്ര മാഡം കരുതിയതുപോലെ പ്രശ്നങ്ങളൊന്നുമില്ല. രാജാറാം സാറിന് എന്തോ ആക്സിഡന്റ് ഉണ്ടായതാ. മാഡം അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ബട്ട് മാം, ആ CCTV ഫുട്ടേജസ് സ്റ്റാഫ് പറഞ്ഞത് ശരിയായിരിക്കാനും സാധ്യതയുണ്ട് മാഡം. ആ ഫുട്ടേജ് ഡിലീറ്റ് ആയത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ആ സ്ത്രീ, അവര് വഴിമാറി വന്ന ആരെങ്കിലും ആയിക്കൂടെ മാഡം? ഒരിക്കലും അല്ല മാഡം. ആ ലേഡിയുടെ പെരുമാറ്റങ്ങളിൽ എന്തോ പന്തികേടുണ്ടായിരുന്നു. വേണ്ട മാഡം, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. ഊഹിച്ചോരൊന്നും പറയാൻ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കും പിറകെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കൂ. എന്റെ അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതൊക്കെ. സാന്ദ്ര മാഡം സമാധാനായി ജോലികൾ തുടർന്നോളൂ. പക്ഷെ മാഡം, പ്ലീസ് സാന്ദ്ര മാഡം, എനിക്ക് കുറച്ച് അർജന്റ് വർക്ക്സ് ഉണ്ട്. സോ ഓക്കെ മാഡം.
രവി സാർ ഇപ്പൊ എന്നോട് പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. ആ കള്ളം തന്നെയാ ഞാൻ സാന്ദ്ര മാഡത്തിനോട് പറഞ്ഞതും. സാറിനോടത് ചോദിച്ച് മനസ്സിലാക്കണം. അതിന് പറ്റിയ സമയവും സ്ഥലവും ഇതല്ല. താനെന്തോ കാര്യം പറയണ്ടെന്ന് പറഞ്ഞ് ഓഫീസിന്റെ ടെറസിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇപ്പൊ ഒരുപാട് സമയമായി. ഒന്നുകിൽ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓഫീസിൽ നിന്നോ വീട്ടിൽ വെച്ചോ സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല എനിക്ക് സാറിനോട് പറയാനുള്ളത്. അതുകൊണ്ട് സാറിന് ഇങ്ങോട്ട് വന്നത്. എങ്കിലത് പറയിച്ചു ലക്ഷ്മി. പിന്നെന്താ തനിക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ? ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. കാരണം പറയാനുള്ളത് സാറിന്റെ ഒറ്റ ചെങ്ങാതിയെക്കുറിച്ചായതുകൊണ്ടാ. ആര്? രാജാറാമിനെ കുറിച്ചോ? അവനെ കുറിച്ച് എന്താ എനിക്ക് പറയാനുള്ളത്? സാറിനെ ആരെങ്കിലും ഇൻഫോം ചെയ്തോന്ന് എനിക്കറിയില്ല. നമ്മുടെ ഓഫീസിൽ നിന്ന് 2 ദിവസം മുന്നേ ഉള്ള CCTV ഫുട്ടേജ് ഡിലീറ്റ് ആയിപ്പോയി. ഇതാണ് ഇത്ര വലിയ കാര്യം. അത് ചിലപ്പോ ഫുട്ടേജ് എററായതായിരിക്കും. മുൻപ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇതങ്ങനെ സംഭവിച്ചതാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല സർ. കാരണം ഓഫീസിൽ ഒരു പെൺകുട്ടി അനുവാദമില്ലാതെ കയറി വന്ന അതേ ദിവസത്തെ ഫുട്ടേജ് തന്നെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഡിലീറ്റ് ആയി എന്നാണ് എന്റെ സംശയം. താൻ എന്തേ പറഞ്ഞു വരുന്നത്? രാജാറാം ആ ദിവസത്തെ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്തു എന്നാണോ? എങ്കിൽ എന്തിന്? അതാണ് സർ ഞാനും ചോദിക്കുന്നത്. എന്തിന്? സെക്യൂരിറ്റി ഓഫീസറായ രാജാറാം സാർ അറിയാതെ ഒരു ഈച്ച പോലും അനങ്ങാത്ത നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു ദിവസത്തെ CCTV ഫുട്ടേജ് കാണാനില്ല എന്ന് പറഞ്ഞാൽ സാറിനത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? ഇനി സാറിത് വിശ്വസിച്ചാൽ തന്നെ എനിക്ക് അല്പം പ്രയാസമുള്ള കാര്യം അത്. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം. ഓഫീസിലേക്ക് ഒരു അജ്ഞാതയായ ഒരു സ്ത്രീ കയറി വരുന്നു. രാജാറാം സാർ വന്ന് അന്ന് നൈറ്റ് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന എല്ലാവരെയും ഓഫീസിൽ നിർബന്ധിച്ച് പുറത്താക്കുന്നു, സെക്യൂരിറ്റിക്കാരടക്കം. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. പിറ്റേന്ന് കാലിലൊരു മുറിവുമായിട്ടാ രാജാറാം സാർ പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പതാ CCTV ഫുട്ടേജും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. രാജാറാം സാറ് എന്തൊക്കെയോ ആരെയൊക്കെയോ മറച്ചു പിടിക്കുന്നുവെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ സർ? പിന്നീട് എന്താ അവിടെ സംഭവിച്ചതെന്ന് വേറെ ആർക്കും അറിയില്ല. ലക്ഷ്മി മതി. രാജാറാം എൻ്റെ ഒരു സുഹൃത്ത് എന്നതിലുപരി എൻ്റെ സെക്യൂരിറ്റി ഓഫീസർ കൂടിയാണ്. ഓഫീസിലേക്ക് അനുവാദമില്ലാതെ ഒരാൾ എന്ത് ഇന്റൻഷനോടെയാണ് കയറി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. സോ സ്റ്റാഫുകളോട് പോകാൻ പറഞ്ഞിട്ടുണ്ടാകാം. അതിന് താൻ ഇങ്ങനെയൊക്കെ ഡൗട്ട് പറഞ്ഞാൽ എങ്ങനെയാ? ഓഫീസിൽ വെച്ച് സാൻഡ്രയും പറഞ്ഞു രാജാറാമിനെ സംശയിക്കുന്നുവെന്ന്. ആര് പറഞ്ഞാലും ഞാൻ അവനെ അവിശ്വസിക്കാൻ പോകുന്നില്ല. സർ, ഭർത്താവിന്റെ സുഹൃത്ത് ബന്ധത്തിനിടയിൽ കയറി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഭാര്യയല്ല ഞാൻ. ഓഫീസ് കാര്യത്തിലല്ല, ഇങ്ങനെയുള്ള കുറെ സംശയങ്ങളിൽ സാറും എന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്ന എല്ലാവർക്കും സംശയം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ഭർത്താവിനെ സംശയദൃഷ്ടിയോടെ ഒരാൾ നോക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. എന്നെ ആര് സംശയിക്കുന്നു? താൻ എല്ലാവരെയും സംശയത്തോടെ നോക്കുന്നതാണ് ശ്രീലക്ഷ്മി ഇപ്പൊ കുഴപ്പം. അല്ല, ഈ ഒരു കാര്യം മാത്രമല്ല. സാർ കണ്ടിട്ടില്ലേ എന്റെ കയ്യിലൊരു ഡയറി ഉണ്ടായിരുന്നത്? അതിപ്പോ കാണുന്നില്ല. അതുപോലെ തന്നെ ഓഫീസിലെ ചില പഴയ ഫയലുകളിൽ നിന്നും ചില പേപ്പേഴ്സ് മാത്രം കീറിയെടുത്തിരിക്കുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാ ഉത്തരങ്ങൾ തരുന്നത്. അത് താനും മറ്റുള്ളവരും അവനെ ചോദ്യം ചെയ്യാൻ പോകുന്നതുകൊണ്ടല്ലേ? എന്റെ ഫ്രണ്ടായ രാജാറാമിൽ നിന്നും ഒന്നും അറിയേണ്ട കാര്യം ശ്രീലക്ഷ്മിക്കില്ല. മുൻപ് ഞാൻ അറിഞ്ഞു താൻ രാജാറാമിനെ ഫോളോ ചെയ്യുന്നുവെന്ന്. മനസ്സിൽ ഓരോരോ സംശയങ്ങൾ ഓരോരുത്തരോട് താനായിട്ട് തന്നെ ഉണ്ടാക്കും. അപ്പോ അവര് ചെയ്യുന്നതൊക്കെ ആ രീതിയിൽ തന്റെ കണ്ണിൽ കാണും. ഒരാളെ കുറിച്ച് മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതല്ലേ സർ നല്ലത്?
അത് ജെനുവിൻ സംശയങ്ങളാകണ്ടേ? തനിക്ക് എന്തൊക്കെ അറിയേണ്ടത് എന്നോട് ചോദിക്കുക. ഞാൻ മാറ്റിത്തരാം തന്റെ സംശയങ്ങളൊക്കെ. എന്റെ ചില സംശയങ്ങൾ ഞാൻ സാറിനോട് ഇപ്പൊ ചോദിച്ചപ്പോ സാറ് ഒഴിഞ്ഞു മാറുകയാണല്ലോ. എനിക്കുള്ള സംശയങ്ങളൊക്കെ ഞാൻ തന്നെ ക്ലിയർ ചെയ്തോളാം സർ. കണ്ടോ, ഇതാണ് തന്റെ ഉത്തരം. രാജാറാമല്ല, താനാണ് പലപ്പോഴും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഉത്തരങ്ങൾ പറയുന്നത്. ഒരു സെക്യൂരിറ്റി ഓഫീസർ ആകുമ്പോൾ പലതും ഹൈഡ് ചെയ്യാനും നിങ്ങളുടെ എല്ലാം ചോദ്യത്തിന് ഉത്തരം തരാനും കഴിഞ്ഞില്ലെന്ന് വരും. അത് അയാളുടെ ഡ്യൂട്ടിയാണ്. ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രം ഹൈഡ് ചെയ്യും, അതിനെക്കുറിച്ച് മാത്രം വ്യക്തമായ ഉത്തരം തരാതിരിക്കുകയും ചെയ്യുന്നത് എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലായില്ല സർ. ഓഫീസിലുള്ള എല്ലാവരുടെയും സംശയങ്ങളാണിത്. ഞാൻ സാറിനോട് ചോദിച്ചോന്നേ ഉള്ളൂ. ഓഫീസിൽ എല്ലാവരും വരുന്നതും വരേണ്ടതും അവരവരുടെ ജോലികൾ ചെയ്യാനാണ്. ഇങ്ങനെയുള്ള സംശയങ്ങൾ തനിക്കാണുണ്ടാകും, അല്ലെങ്കിൽ സാൻഡ്രയ്ക്ക്. ശ്രീലക്ഷ്മിക്ക് എന്നെ എത്രത്തോളം വിശ്വാസമുണ്ടോ അത്രയും വിശ്വാസം രാജാറാമിനോട് വേണം. കാരണം ഞാൻ പറയുന്നതാണ് രാജാറാം കേൾക്കുന്നത്. അപ്പോ അവനെ സംശയിക്കുന്നത് എന്നെ, അതായത് സംശയത്തിന്റെ നിഴൽ എന്ന് താൻ നേരത്തെ പറഞ്ഞ തന്റെ ഭർത്താവിനെ സംശയിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ശ്രീലക്ഷ്മിക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു മൾട്ടിനാഷണൽ കമ്പനി ആകുമ്പോൾ അത് നടത്തുന്ന എനിക്കും സെക്യൂരിറ്റി ഓഫീസറായ രാജാറാമിനും പുറത്ത് പബ്ലിക്കിനെ അറിയിക്കാതെ പലതും ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നുകിൽ അതൊരു ന്യൂസ് ആകാതിരിക്കാൻ, അല്ലെങ്കിൽ പുറത്താരോടും പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. ശ്രീലക്ഷ്മിക്ക് ഇപ്പോൾ ഉണ്ടായ സംശയം അങ്ങനെ ഒന്നാണ്. എനിക്കറിയാം ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ വേറെന്തൊക്കെയോ ചിന്തകളാണ്. അത് പിന്നീട് എപ്പോഴോ പറയാമെന്ന് പറഞ്ഞ് താൻ തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ല. അതുപോലെ എല്ലാവർക്കും അവരവരുടെ ഒരു സ്വകാര്യതയുണ്ട്. സ്വന്തം ഭാര്യയോട് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനോട് പോലും പറയാൻ പറ്റാത്ത സ്വകാര്യത. അത് മനസ്സിലാക്കണം താൻ വാ. നിങ്ങളായിരുന്നോ? എന്താ മോളെ, എന്തു പറ്റി? എന്താ മുഖം വല്ലാതിരിക്കുന്നത്? ഞാൻ എത്ര തവണ ഡോറെ തട്ടിന്നറിയാമോ? എന്താ തുറക്കാൻ ഇത്ര താമസിച്ചത്? പാവം കിടന്നുറങ്ങിപ്പോയതായിരിക്കും സരോജം.
ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ കാലിന് വേദന? കുറവുണ്ടോ? മരുന്നെന്തെങ്കിലും വേണോ? അയ്യോ, മരുന്നൊന്നും വേണ്ട. ഇപ്പോ നല്ല ആശ്വാസമുണ്ട്. വേദന നന്നായി കുറഞ്ഞു. വളരെ സന്തോഷം മോളെ. പകല് മുഴുവൻ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു അല്ലേ? അയ്യോ, ഒരിക്കലുമില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം സമാധാനമായിരുന്നു എന്ന് വേണം പറയാൻ. നിങ്ങൾ രണ്ടുപേരും ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇറങ്ങാനോ? എങ്ങോട്ടാ മോള് പോകുന്നത്? പോകാനൊരു ഇടമില്ലെന്ന് പറഞ്ഞു. സ്വന്തമായോ ബന്ധുക്കളായ ആരും ഇല്ലെന്നും പറഞ്ഞു. പിന്നെ മോളെ എങ്ങോട്ടാ പോകുന്നത്? ആരുമില്ലാത്തവർക്ക് ആശ്രയമായി ദൈവം ഉണ്ടാവുന്നല്ലേ. എവിടേക്കെങ്കിലും പോകാതെ പറ്റില്ലല്ലോ. പോകണം, അത്രയുള്ളൂ ഇപ്പൊ എന്റെ മനസ്സില്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? ഒരു പെൺകുട്ടി ഈ അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് എങ്ങോട്ടൊന്നില്ലാതെ യാത്ര ചെയ്യുന്നത് ശരിയാണോ? മോൾ ഇന്ന് ഇവിടെ താമസിച്ച് നാളെ പോയാ മതി. ശ്രീടച്ചാ, ശ്രീടച്ചൻ എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ ശ്രീടച്ചൻ മറന്നോ? സുധ എങ്ങോട്ടും പോകുന്നില്ല. നമ്മുടെ കൂടെ ഇവിടെ ഈ വീട്ടിൽ താമസിക്കും. ആ സന്തോഷ വാർത്ത നിങ്ങൾ സുധയോട് പറയുന്നോ അതോ ഞാൻ പറയണോ? അല്ല സരോജം, സുധയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്താ എന്താ കാര്യം? എനിക്ക് മനസ്സിലായില്ല. എന്താ ശ്രീടച്ച, ആരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലേലും മടിയാ. ആ കുട്ടിക്ക് കൂടെ ഉപകാരമുള്ള കാര്യല്ലേ? താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പറയാം മോളെ. മോക്ക് പോകാൻ ഒരിടയില്ലെന്നും സ്വന്തമായിട്ട് ആരുമില്ലെന്ന് ആലോചിച്ചപ്പോ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യവാ. പറയച്ചങ്ങോട്ടും. മോളെ, ഞങ്ങൾക്ക് ചെറിയൊരു ഉപജീവനമാർഗം മോളോട് പറഞ്ഞിരുന്നില്ലേ? അവിടെ ഞങ്ങൾക്ക് സഹായത്തിന് ഒരാളെ ആവശ്യമുണ്ട്. അതെ, ഞങ്ങളുടെ തട്ടുകടയിൽ സഹായിച്ചോണ്ടേ ഇവിടെ ഞങ്ങളോടൊപ്പം മോക്ക് താമസിക്കാം. ഒരിക്കലും മോളെ ഞങ്ങൾ നിർബന്ധിക്കില്ല. മോൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി. മോളുടെ ഈ അവസ്ഥയിലും ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമോ എന്ന് ആലോചിച്ചപ്പോ ഇതല്ലാതെ മറ്റൊരു മാർഗവും കിട്ടിയില്ല. ഞങ്ങൾ ചോദിച്ച് തെറ്റായി പോയെങ്കിൽ മോൾ ക്ഷമിക്കണം. ഞങ്ങളുടെ മോളുടെ വിവാഹം കഴിഞ്ഞ് പോയതിനു ശേഷം ഞങ്ങളിപ്പോൾ ഒറ്റയ്ക്കായതുപോലെയാ. ഞങ്ങളുടെ മോൾക്കൊരു പകരക്കാരിയായിട്ടല്ല. കാരണം മോളെ കണ്ടാലറിയാം ഏതോ വലിയ വീട്ടിൽ ജനിച്ച കുട്ടിയാണെന്ന്. ഞങ്ങളുടെ കഷ്ടപ്പാടിനിടയിലേക്ക് മോളെയും ക്ഷണിക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല. പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് മറ്റൊരു സഹായം മോൾക്ക് ചെയ്യാനാവില്ല. അയ്യോ, ഇങ്ങനെ വലിയ വാക്കുകളൊന്നും പറയല്ലേ. എവിടെ ജനിച്ചു, എങ്ങനെ വളർന്നു എന്നതില് എന്തിരിക്കുന്നു? ജീവിതം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞതാകുമ്പോ താങ്ങായും തണലായും കൂടെ നിൽക്കാൻ ഒരു ആശ്രയം ലഭിക്കുന്നത് വേണ്ടെന്ന് പറയുന്നത് ദൈവനിന്ദയാണ്. അപ്പോ മോക്ക് സമ്മതാണോ? പോകാൻ ഒരിടവും ആശ്രയവും ഇല്ലാത്തവൾക്ക് ഒരു കുടുംബവും സ്നേഹവും കിട്ടുന്നതിന്റെ സന്തോഷം ഞാൻ നിങ്ങളോട് എങ്ങനെ പറഞ്ഞറിയിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ എന്റെ ഭാഗ്യമായിട്ടാ ഞാനിപ്പോ കരുതുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ശ്രീടച്ച, സുധ സമ്മതിക്കുമെന്ന്. ആ പിന്നെ എന്തൊക്കെ ജോലികളാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. മാവാട്ടാനുള്ള അരി ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും. അതെടുത്ത്. എന്റെ പൊന്നു സരോജ, നീ ഒന്നും മതിയാക്ക്. നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ആ കുട്ടിയെ വെറുതെ പേടിപ്പിക്കണ്ട. മോളെ, ഇവളിങ്ങനെയൊക്കെ പറയും. മോള് സമാധാനമായിട്ട് ഓരോ ജോലിയും പഠിച്ചു ചെയ്താൽ മതി.
ധൃതി ഒന്നുമില്ല. ആ ഞാനേ ഒരു കാര്യം കൂടി മോളോട് പറയാം. എന്റെ മകളുടെ കൂട്ടുകാര് എന്നെ ആന്റിന്നും അച്ഛനെ അങ്കിളെന്നോ വിളിക്കുന്നത്. മോൾക്കും അങ്ങനെ വിളിക്കാം. ശരി ആന്റി. അങ്കിള് അങ്കിള് അങ്കിള്. ശരി അങ്കിൾ. ആ